കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർത്ത ബി.ജെ.പി. നേതാക്കളും പ്രവർത്തകരും SIR വന്നതോടെ തൃശൂരിൽ നിന്ന് വോട്ട് മാറ്റി. SIR-ന്റെ പുറത്താക്കൽ പട്ടിക വന്നതോടെയാണ് ഇത് വ്യക്തമായത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ വോട്ട് നിലനിർത്തിയെങ്കിലും കുടുംബം തൃശൂരിൽ നിന്ന് വോട്ട് മാറ്റിയിട്ടുണ്ട്. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഉണ്ണികൃഷ്ണനും തൃശൂരിൽ വോട്ട് മാറ്റി. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സാജിദ് അജ്മൽ വിവരങ്ങളുമായി ചേരുന്നു. സാജിദ്, നിലവിൽ ലോക്സഭയിലും അസംബ്ലിയിലും ഉണ്ടായിരുന്ന വോട്ട് എങ്ങനെ മാറ്റിയെന്ന് തെളിഞ്ഞത് എങ്ങനെയാണ്? അത് SIR-ന്റെ ഈ വിവരങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ഒഴിവാക്കപ്പെട്ട ആളുകളുടെ പട്ടികയിൽ നിന്നാണ് ഇവർ എല്ലാവരും തന്നെ ഒഴിവായിരിക്കുന്നത്. സുരേഷ് ഗോപി ഒഴികെയുള്ള സുരേഷ് ഗോപിയുടെ ഈ കുടുംബത്തിലെ മുഴുവൻ ആളുകളുടെയും വോട്ടുകൾ മാറ്റിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ഈ സഹോദരൻ സുഭാഷ് ബാബു, സഹോദരൻ്റെ ഭാര്യ റാണി, ഇതുകൂടാതെ സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുൽ എസ് നായർ, ഭാഗ്യ എസ് നായർ, മാധവ്, ഭവാനി, കേശവ് വി നായർ, കല്യാണി എസ് നായർ, ഈ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക എന്നിവരുടെ പേരുകളാണ് നിലവിൽ മാറ്റിയിട്ടുള്ളത്. അത് അവർ നേരത്തെ തിരുവനന്തപുരത്താണ് ഉണ്ടായിരുന്നത്. SIR വരുമ്പോൾ സ്വാഭാവികമായും എവിടെയെല്ലാം വോട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ ഈ എന്യൂമറേഷൻ ഫോമുമായി വരും. ഈ തൃശ്ശൂരിൽ ലഭിച്ച എന്യൂമറേഷൻ ഫോം അവർ ഈ തിരുവനന്തപുരത്ത് ഫില്ല് ചെയ്ത് നൽകുകയും തൃശ്ശൂരിലേത് ഒഴിവാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിൻ്റെ മാത്രം കാര്യമല്ല, മറ്റ് ഈ BJP നേതാക്കളും സമാനമായ രീതിയിൽ ഈ തൃശ്ശൂരിൽ നിന്ന് നേരത്തെ അനധികൃതമായി തൃശ്ശൂരിൽ വോട്ട് ചേർക്കുകയും സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി അങ്ങനെ ചെയ്തെങ്കിൽ അതിപ്പോൾ മാറ്റിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടേതാണ്. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ആദ്യം അദ്ദേഹത്തിന് ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തിരൂർ നിയോജക മണ്ഡലത്തിൽ വോട്ടുണ്ടായിരുന്നു. കൂടാതെ തൃശ്ശൂരും വോട്ട് ചേർത്തു. ഇപ്പോൾ അത് ഈ തിരൂരിലേത് മാത്രം നിലനിർത്തി തൃശ്ശൂരിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആൾക്കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ഈ പാലക്കാട് SP മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ചോദിക്കണം.